ഒരു ഗുരു തന്റെ 2 ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് 2 പക്ഷികളെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഈ 2 പക്ഷികളെ ഓരോരുത്തരുടെ കയ്യിൽ കൊടുത്തിട്ടാണ് പറയുന്നത്, ആരും കാണാതെ ഇതിനെ അറുത്ത് മാംസമാക്കി കൊണ്ടുവരണം എന്ന്. ഒരാള് എവിടെയോ ഒരു ബിൽഡിങ്ങിന്റെ അടുക്കൽ പോയി ആരും കാണാതെ അതിനകത്ത് മാംസമാക്കി പാത്രത്തിലിട്ട് ഗുരുവിന്റെ കയ്യിൽ കൊണ്ടുപോയി ഏൽപ്പിച്ചു. രണ്ടാമത്തെ ആള് കുറച്ച് വൈകി താൻ കൊടുത്ത ആ പക്ഷിയുമായി അങ്ങനെ തന്നെ തിരിച്ചു വരുന്നുണ്ട്. ഗുരു ചോദിക്കുന്നുണ്ട്, നീ ഇതിനെ അറുത്ത് മാംസമാക്കിയില്ലല്ലോ എന്ന്. ആ ശിഷ്യന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, താങ്കൾ എന്നോട് പറഞ്ഞത് ആരും കാണാതെ ഇതിനെ അറുത്ത് മാംസമാക്കി കൊണ്ടുവരണം എന്നതാണ്. ഞാൻ അങ്ങനെ അകലെ ഒരു ബിൽഡിങ്ങിന്റെ ചുവട്ടിൽ പോയി ആരും കാണാതെ ഇതിനെ അറക്കാൻ ശ്രമിച്ചപ്പോൾ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നെങ്ങാനും ആരെങ്കിലും ഇത് കാണുന്നുണ്ടോ എന്ന ഒരു ചിന്ത എന്നെ വേട്ടയാടി. അവിടുന്ന് ഞാനിങ്ങോട്ട് മാറിപ്പോകുന്നു. പിന്നെ ഞാൻ പോയത് അപ്പുറത്തൊരു മരത്തിന്റെ ചുവട്ടിലാണ്. ഞാൻ ഈ പക്ഷിയെ അറക്കാൻ തീരുമാനിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ആരും കാണാതെ എന്നുള്ള വാക്കാണ്. ഞാൻ ആ മരത്തിന്റെ കൊമ്പിൽ നിന്നെങ്ങാനും ചില്ലകളിൽ നിന്നെങ്ങാനും ഒരു പക്ഷി ഇത് കാണുന്നുണ്ടോ എന്നുള്ളൊരു ചിന്തയാണ് എന്നെ വേട്ടയാടിയത്. ഞാൻ അവിടുന്ന് തിരിച്ചു പോന്നു. ഞാനൊരു മരുഭൂമിയിൽ പോയി ആരുമില്ലാത്തൊരു സ്ഥലത്ത് വെച്ച് ഇതിനെ അകക്കുവാൻ ശ്രമിച്ചപ്പോൾ ഞാനൊന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു പരുന്തിന്റെ ഒരുപാട് മുകളിൽ കൂടെ വട്ടമിട്ട് പറക്കുന്നു. ആ പരുന്ത് കാണുമല്ലോ എന്ന് ചിന്തിച്ചത് കൊണ്ട് അവിടുന്ന് ഇതിനെ അറക്കാതെ ഞാൻ തിരിച്ചു പോന്നു. അങ്ങനെ ഒരു റൂമിൽ പോയി വാതിലുകളും ജനലുകളും അടച്ച് ഇതിനെ അറുക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ ആ റൂമിന്റെ അടച്ചിട്ട റൂമിന്റെ ഉള്ളിൽ നിന്ന് എന്നെ അള്ളാഹു കാണുമല്ലോ എന്നുള്ളൊരു ചിന്തയാണ് എന്നെ വേട്ടയാടിയത്. അതുകൊണ്ട് ഞാൻ അറക്കാതെ പോന്നു. എങ്ങനെയാണ് ഞാൻ ഇതിനെ ആരും കാണാതെ അറുക്കേണ്ടത്? അതുകൊണ്ടാണ് അറുക്കാതെ തിരിച്ചു കൊണ്ടുവന്നത് എന്ന്. ഇതാണ് ഇല്ലൻ തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിന്നെ കാണുന്നുണ്ട് എന്നുള്ള ഒരു തത്വം, ഇത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സമയത്തും നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു ചിന്തയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു ആട്ടിടയനോട് ചോദിക്കുന്നൊരു വാക്കുണ്ട്. ഒരു ആട്ടിടയൻ ഒരു ആട്ടിൻപറ്റങ്ങളുമായി പോകുമ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വെറുതെ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ആ ആട്ടിടയനായ ആ അടിമയായ ഒരു കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, മോനെ, ഈ ധാരാളം ആടുകളുള്ള കൂട്ടത്തില് ഒരാട്ടിനെ നീ എനിക്ക് പിടിച്ചു തന്നാൽ നീ പറയുന്ന സംഖ്യ നിനക്കതിന് ഞാൻ അങ്ങോട്ട് തന്നേക്കാം. ആ കുട്ടിയുടെ ചോദ്യം, മുതലാളി ഉടമസ്ഥൻ ഒരാട്ടിനെ പറ്റി ചോദിക്കും, അത് എവിടെ പോയി എന്ന് ഞാൻ എന്ത് പറയും? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് വെറുതെ പരീക്ഷണത്തിന് വേണ്ടിയാണ്. അതിനെ ചെന്നായി പിടിച്ചെന്ന് പറഞ്ഞാൽ പോരെ, എന്നാലും നിനക്ക് ധാരാളം പൈസ കിട്ടൂലേ എന്ന് പറഞ്ഞപ്പോ ആ കുട്ടിയുടെ രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട്, മാദാ സഅഖൂലുല്ലാഹ യൗമൽ ഖിയാമ ഹീന തഖ്തിമുൽ ലിസാൻ വതതകല്ലമുൽ യദൈനി വതസ്ഹദുൽ റിജ്ലൈൻ. എന്റെ മുതലാളിയോട് എനിക്ക് എങ്ങനെ പറയാം, പക്ഷേ ഖിയാമത്ത് നാളിന്റെ അന്ന് എന്റെ നാവിനെ സീല് വെക്കുകയും എന്റെ 2 കൈകൾ സംസാരിക്കുകയും എന്റെ 2 കാലുകൾ അതിന് സാക്ഷികളായി നിൽക്കുകയും ചെയ്യുന്ന ആ സമയത്ത് ഞാൻ ആ പടച്ചവനോട് എന്ത് മറുപടി പറയുമെന്നുള്ള ചോദ്യത്തിന്റെ മുന്നിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോവുകയാണ്. ഇങ്ങനെ ഒരു മറുപടി ആ കുട്ടിയിൽ നിന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചില്ല. പകരം ആ അടിമയായ കുട്ടിയെ
തന്റെ കയ്യിലുള്ള ദീനാറുകൾ കൊടുത്തുകൊണ്ട്, മുതല ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന ദീനാറുകൾ കൊടുത്തുകൊണ്ട് ആ കുട്ടിയെ മോചിപ്പിച്ച ഒരു ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഈ ഒരു വാക്ക്, ഈ ഒരു ആട്ടിടയനെ വേട്ടയാടിയ ഈ വാക്ക് എപ്പോഴും നമ്മെ വേട്ടയാടേണ്ടതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമസ്കാരം സമയം തെറ്റിച്ച് അതിന്റെ കാര്യത്തിൽ ഗൗരവമില്ലാത്ത നമ്മൾ സമയം കഴിച്ചു കൂട്ടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരേണ്ട ഒരു ആയത്താണ് ഞാൻ എൻ്റെ ആമുഖത്തിൽ ഓതി വെച്ചത്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. വായക്ക് സീൽ വെക്കപ്പെടും, കൈകൾ സംസാരിക്കും, കാല് സാക്ഷി നിൽക്കും. കളവ് പറയുമ്പോൾ ഈ ആയത്ത് നമ്മളെ വേട്ടയാടണം. കളവ് പ്രവർത്തിക്കുമ്പോൾ ഈ ആയത്ത് നമ്മുടെ മനസ്സിലേക്ക് കയറി വരണം. അന്യന്റെ അവകാശങ്ങൾ അവിഹിതമായി കൊണ്ട് നമ്മൾ നേടിയെടുക്കുമ്പോൾ ഈ ആയത്ത് നമ്മുടെ മനസ്സിലേക്ക് കയറി വരണം. അതുപോലെ തന്നെ അനീതിയും അക്രമങ്ങളും പ്രവർത്തിക്കുമ്പോഴും അതിന് കൂട്ടു നിൽക്കുമ്പോഴും ഈ ആയത്ത് നമ്മുടെ മനസ്സിലേക്ക് കയറി വരണം. ലഹരി ഉപയോഗിക്കുമ്പോഴും അതിന്റെ ബിസിനസ്സുകാരായ വിൽപ്പന നടത്തുമ്പോഴും ഈ ആയത്ത് നമ്മുടെ മനസ്സിലേക്ക് കയറി വരണം. അവിഹിതത്തിൽ ഏർപ്പെടുമ്പോഴും അതിനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴും ഈ ആയത്ത് നമ്മുടെ മനസ്സിലേക്ക് കയറി വരണം. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, എന്റെ വായക്ക് സീൽ വെക്കും, മാത്രവുമല്ല എന്റെ കൈകളാണ് സംസാരിക്കുന്നത്, എന്റെ കാലുകളാണ് എനിക്കെതിരെ സാക്ഷി നിൽക്കുന്നത് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ ആട്ടിടയനെ വേട്ടയാടിയ ആ വാക്ക് നമ്മളെയും വേട്ടയാടേണ്ടതുണ്ട്. സൂറത്തുൽ സൽസലയിലെ അതിന്റെ നാലാമത്തെ ഒരു വചനമുണ്ട്. ആ വചനം ഓതിക്കേൽപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണ് ആ വചനം? യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ഭൂമി അതിന്റെ കാര്യങ്ങൾ പറയുമെന്നാണ് ആ ആയത്തിൽ അല്ലാഹു പറയുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അതദ്റൂന മാ അഖ്ബാറുഹാ, നിങ്ങൾക്കറിയുമോ സ്വഹാബികളെ എന്താണ് ഭൂമി പറയുന്നത് എന്ന്? റസൂൽ അതൊന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അൻതശ്ഹദ യൗമൽ ഖിയാമത്തി അലാ കുല്ലി നഫ്സിൻ ബിമാ അമിലത് അലൈഹാ മിൻ ഖൈരിൻ വശർരിൻ തഖൂലുൽ അർദു യൗമൽ ഖിയാമ ഫഅൽതു ഫഅലത് അലയ്യ കദാ വകദാ. ഒരു മനുഷ്യൻ അവൻ നന്മ ചെയ്യട്ടെ തിന്മ ചെയ്യട്ടെ, ആ നന്മ ചെയ്ത സ്ഥലവും ആ തിന്മ ചെയ്ത സ്ഥലവും നാളെ പരലോകത്ത് വെച്ചിട്ട് ഇവനിക്ക് അനുകൂലമായിക്കൊണ്ടും പ്രതികൂലമായിക്കൊണ്ടും സാക്ഷി പറയും എന്നതാണ് അല്ലാഹു തആല പറഞ്ഞതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിയമങ്ങൾ പലതും അതിന്റെ പഴുതുകൾ നമുക്ക് അടച്ചേക്കാം, പക്ഷേ അള്ളാഹുവിന്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല എന്നുള്ളൊരു ചിന്ത നമ്മളെ വേട്ടയാടേണ്ടതാണ്. അല്ലാഹു തആലയുടെ ഒരു ചോദ്യമുണ്ട്. ഇദാ ജാഅൽ മക്കാലു യശ്ഹദു വഇദാ ജാഅൽ സമാനു യശ്ഹദു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ നമ്മൾ ഇവിടെ ചേർത്ത് വായിക്കണം. നേരത്തെ റസൂൽ പറഞ്ഞല്ലോ, അനുകൂലമായും പ്രതികൂലമായും സാക്ഷി നിൽക്കുമെന്ന്. അങ്ങനെ കാലം നമുക്കെതിരെ സാക്ഷി നിൽക്കുമ്പോ, സ്ഥലം നമുക്കെതിരെ സാക്ഷി നിൽക്കുമ്പോ അല്ലാഹുവിന്റെ ഒരു വാക്ക് അയ്ന തദ്ഹബൂൻ, സൂറത്തുൽ തക്വീറിന്റെ 26-ാമത്തെ ആയത്ത്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അയ്ന തദ്ഹബൂൻ, നിങ്ങൾ എങ്ങോട്ടാണ് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച് അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിച്ചാല് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇത് വല്ലാത്തൊരു ചോദ്യമല്ലേ? ഈ ചോദ്യം നമ്മളോടല്ലേ ചോദിക്കുന്നത്? പരലോക ചിന്ത അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ നോക്ക്, മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തു. ഖലീഫയായിക്കൊണ്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഗ്രാമീണനായ ഒരു മനുഷ്യൻ കടന്നു വരുന്നത്. കവിയാണ്, അദ്ദേഹം പാവപ്പെട്ടവനാണ്. അദ്ദേഹം പറയുന്നുണ്ട് തന്റെ കവിതയിൽ കൂടി, യാ ഉമറൽ ഖൈരി ജസൈതൽ ജന്ന അക്സിൽ ബനാതി വ ഉമ്മഹുന്ന. ഉമറേ, താങ്കൾക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകട്ടെ. എനിക്കും എന്റെ പെൺകുട്ടികൾക്കും ആ പെൺകുട്ടികളുടെ ഉമ്മയ്ക്കും ധരിക്കാൻ വസ്ത്രമില്ല, അതുകൊണ്ട് താങ്കൾ തരണം.
ഉഖ്സിമു ബില്ലാഹി ലതഫഅലന്ന. കവിതയിൽ കൂടി അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവോട് ആവശ്യപ്പെടുകയാണ്, കാലത്തിന്റെ പ്രതികൂലതയിൽ നിന്ന് ഞങ്ങൾക്ക് കവചം നൽകണേ ഉമറേ. അല്ലാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ താങ്കൾ ഇത് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചിരിച്ചുകൊണ്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, വഇല്ലം അഫ്അൽ മാദാ തഖൂൻ. ഞാൻ അങ്ങനെ ചെയ്തില്ല എങ്കിൽ നീ എന്ത് പകരം ചെയ്യുമെന്ന് ചോദിച്ചപ്പോ അയാൾ പറയുന്നുണ്ട്, ഇദം വല്ലാഹി ലഅദ്ഖബന്ന യാ അബാ ഹഫ്സ്. അബൂ ഹഫ്സേ, ഞാനങ്ങ് പോകും. അബൂ ഹഫ്സ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു പേരാണ്. അബൂ ഹഫ്സേ, ഞാനങ്ങ് പോകും, പക്ഷേ ഒരു കാര്യമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും ഒരു ചോദ്യം ചോദിക്കുന്നു, ഇദൻ ദഹബത മാദാ യഖൂൽ. നീ അങ്ങ് പോയി, എന്നാൽ എനിക്കെന്താ പ്രശ്നം? അത് ആ സമയത്ത് അദ്ദേഹം പറയുന്നു, ഇദം വല്ലാഹി അന്നീ ലതസ്അലന്ന യൗമ തകൂനുൽ ആതിയാതു മിന്നാ. ഉമറേ, എല്ലാ കൊടുതിക്കും പകരം നൽകുന്ന, പകരം ലഭിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തില് ഞാനിങ്ങനെ നിന്റെ അടുക്കൽ വന്നിരുന്നു. എന്റെ കുടുംബത്തിന് ധരിക്കാൻ വസ്ത്രമില്ലാഞ്ഞിട്ട് ഖലീഫയായ അങ്ങയുടെ അടുക്കൽ ഞാൻ വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങ് ചെവിക്കൊള്ളുന്നില്ല എന്നുള്ളൊരു പരാതി ഞാൻ പരലോകത്ത് വെച്ച് അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോവുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. എന്നിട്ട് പറയുന്നുണ്ട്, അദ്ദേഹത്തിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കണം എന്ന്. ഇവിടെ നമ്മൾ വളരെ ഗൗരവമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പഞ്ചായത്തിന്റെയും അയൽക്കൂട്ടത്തിന്റെയും ഗ്രാമസഭയിലുമെല്ലാം പല കാര്യങ്ങളും നമ്മൾ വീതിച്ച് വിഹിതം വെച്ച് കൊടുക്കുമ്പോൾ അർഹരായ ആൾക്കാരുടെ അവകാശങ്ങൾ തട്ടിയെടുത്ത് അവർക്ക് കൊടുക്കാതെ അനർഹരായ ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഈ അറാബി വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞ രംഗം നമ്മുടെ മനസ്സിലേക്ക് വരണം. അർഹതയുള്ള ഒരാളുടെയും അവകാശം അനർഹമായ ഒരാളിലേക്ക് നമ്മൾ തട്ടിക്കൊടുക്കരുത്. അവൻ ഏത് കക്ഷിയാണെങ്കിലും ശരി, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതുപോലെ പരലോകത്തിന്റെ കാര്യം നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടതാണ്. മഹാനായ ലുഖ്മാൻ റഹിമഹുല്ലാഹ് തന്റെ മകനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, യാ ബുനയ്യ, മോനെ, ഇന്നഹാ ഇൻദകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സഖറത്തിൻ ഔ ഫീസ് സമാവാതി ഔ ഫിൽ അർദ്. ഭൂമിയിലോ ആകാശത്തോ എവിടെയെങ്ങാനും ഒരു ചെറിയ അണുവിന്റെ അത്രയുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ അത് വരെ പടച്ചോൻ കൊണ്ടുവരും. എവിടെയാണ് അത്? പാറക്കല്ലിന്റെ ഉള്ളിലാകട്ടെ, ഭൂമിയുടെ ഉള്ളിൽ എവിടെയെങ്കിലും ആവട്ടെ, ആകാശത്താവട്ടെ, അത് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കും. അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഒരു കാര്യവും മറച്ചു വെക്കാൻ കഴിയില്ല. ഇത് വല്ലാത്തൊരു വാക്കാണ്. ഈ ഒരു വാക്ക് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാത്തത് കൊണ്ടാണ് ഇന്ന് തിന്മകൾക്കെല്ലാം കൂട്ടുകൂടിയിട്ട് അതിലൊരു വിഹിതം വെച്ച് മുസ്ലിങ്ങളായ ആൾക്കാരും ഏറ്റെടുക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് MDMA കച്ചവടത്തിന് നമ്മുടെ പേരുകളാണ് ധാരാളമുള്ളത്. മദ്യപാനികളിൽ നമ്മുടെ പേരാണുള്ളത്. ഒളിച്ചോട്ടത്തിൽ നമ്മുടെ പേരുകളാണുള്ളത്. എന്തുകൊണ്ട്? പരലോകത്തെ പറ്റിയുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കയറി വരാത്തതാണോ? നിങ്ങൾ നോക്ക്, അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യഖ്ഫാ അലൈഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ. സൂറത്ത് ആൽ ഇംറാനിന്റെ 5-ാമത്തെ വചനം. അല്ലാഹുവിൽ നിന്ന് ഒരു കാര്യവും ഒരാൾക്കും മറച്ചു വെക്കാൻ കഴിയില്ല. ഇന്റർനെറ്റിൽ നമ്മളൊരു സൈറ്റിൽ കയറുന്നു, ആരും കാണില്ല. ഞാനൊരു അടച്ചിട്ട റൂമിൽ കയറിയിരുന്നിട്ട് ഏത് വൃത്തികെട്ട സൈറ്റിലേക്ക് കയറിയിട്ട് ഞാൻ എന്ത് കാണുന്നു എന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷേ കൃത്യമായി ഇത് കാണുന്ന ഒരു പടച്ചവനുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മളെ വേട്ടയാടേണ്ടതുണ്ട്. ഒരു വിചാരം നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഒരു കരുതൽ നമ്മൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇത് വല്ലാത്തൊരു കരുതലാണ്. അതാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. നിങ്ങൾ നോക്ക്, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അവിഹിതത്തിലേക്ക് സുലൈഖ ക്ഷണിക്കുന്നുണ്ട്. വല്ലാത്തൊരു പ്രയോഗമാണ്, നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു ഇത് പറഞ്ഞു തരുന്നുണ്ട്. വാതിലുകൾ അടച്ചു, 4 ചുമരുകൾക്കിടയിൽ മാത്രം നടക്കുന്ന ഒരു രഹസ്യം, ആരും കാണില്ല. വാതിലുകൾ അടച്ച്
എന്നിട്ട് പറയുന്നു സുലൈഖ പറഞ്ഞു ഹൈതലക്ക് വരൂ, വാ വാ. ഒരു സൗന്ദര്യമുള്ള കുലീനതയുള്ള ഒരു സ്ത്രീയാണ് വളരെ രഹസ്യമായ ഒരു സ്ഥലത്ത് നിന്ന് വിളിക്കുന്നത്. എന്നിട്ട് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞൊരു വാക്ക് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം, മആദല്ലാഹ്, മആദല്ലാഹ്.